ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വണ്ണപ്പുറത്ത് പൈപ്പിൽ വെള്ളം വന്നു. പൈപ്പിൽ വെള്ളം വന്നപ്പോഴത്തേനും അപ്പോൾ തന്നെ റോട്ടിൽ പൈപ്പ് പൊട്ടി. ഇത് നോക്കുക, ഇത് ഉറവയൊന്നുമല്ല. ഇത് കണ്ടോ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഇതേപോലെ കുമളകളായിട്ട് മുകളിലേക്ക് പൊങ്ങുവാണ്. അപ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ട് കിടന്ന നമ്മുടെ റോഡായിരുന്നു എന്നറിയോ. പക്ഷേ ഈ അവസ്ഥയാണ്. ഇതിപ്പോൾ അടിയിൽ നിന്ന് മുഴുവൻ വെള്ളം ഇങ്ങനെ പൊങ്ങി 2 ദിവസം കൊണ്ട് ഈ റോഡ് താഴുകൂടെ. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇത് നന്നാക്കണമെങ്കിൽ വീണ്ടും ഇവിടെ മതിയായ കുഴി കുത്തി ഇപ്പോൾ അവർ ഈ ടൈല് മുഴുവൻ പൊക്കും. ഈ ടൈല് മുഴുവൻ പൊക്കി കഴിഞ്ഞേച്ച് ഈ ടൈല് തിരിച്ചിടുന്നില്ല. നിലവിൽ കുറേ മണ്ണ് മാന്തി അവിടെ ഇടും, അതൊരു കുഴിയാകും. ഇതിന് ഈ അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതൊരു ശാശ്വത പരിഹാരം നമുക്ക് ജനങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ ഈ പൈപ്പ് ഈ റോഡിൻ്റെ പുറത്താക്കണം. ഈ പൈപ്പ് റോഡിൻ്റെ പുറത്താക്കാത്തിടത്തോളം കാലം ഈ വഴി നന്നാകത്തില്ല. അതുമാത്രമല്ല, നമുക്ക് ഇതുണ്ടോ, ഇത്രയും നല്ല രീതിയിൽ ടൈലിട്ടിരുന്നായിരുന്നു. ഇതുണ്ടോ, ഇതെല്ലാം കുത്തിപ്പൊളിച്ച് കുഴിയായിട്ട് ഈ ടൈല് മുഴുവനും ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. നമ്മൾ ഈ ശവകുടീരങ്ങൾ ഇരിക്കുന്നത് പോലെ ആയിരിക്കും ഇതിങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ മുണ്ടമുടിക്ക് ഈ റൂട്ടിലൂടെ എന്തോരം വണ്ടി സഞ്ചരിക്കുന്ന വഴിയാണ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒരാഴ്ച മുകളിലായിട്ട് വെള്ളമില്ലായിരുന്നു. ഒരാഴ്ച വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ വെള്ളം വന്ന അപ്പം തന്നെ നമ്മുടെ റോഡ് ഈ അവസ്ഥയിലായി. അപ്പം നമുക്ക് ഒരു കാരണവശാലും ഈ പൈപ്പിൽ കൂടെ ഇപ്പോൾ വെള്ളം വിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ പൈപ്പ് ഇങ്ങനെ നിരന്തരം പൊട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ പൊതുജനങ്ങളൊക്കെ ഇത് കണ്ട്, ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുക. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ മാതിരി കൊമളകൾ പോലെ ഇന്ന് വെള്ളം പൊങ്ങുന്നതാണ്, പൈപ്പ് പൊട്ടിയിട്ട് അടിയിൽ നിന്ന് പൊങ്ങുന്നതാണ്. ഈ വെള്ളം ഇങ്ങനെ പൊങ്ങുമ്പോൾ ഇതിൻ്റെ അടിയിലെ മണലും എല്ലാം പൊങ്ങുക. നാളെ 2 ദിവസം കൊണ്ട് ഈ റോഡിൻ്റെ ഈ കാണുന്ന ടൈല് മുഴുവൻ താഴും. വലിയ ഭാരം വെച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ്. അപ്പം നമുക്ക് ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കുക. നമുക്കിതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പല പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പൈപ്പ് പൊട്ടും, അവരിങ്ങനെ കുഴി മാന്തും, അവർ നന്നാക്കുന്നു, വെള്ളം വിടുന്നു, വീണ്ടും പൊട്ടുന്നു, വീണ്ടും ഈ കുഴി മാന്തുന്നു, വീണ്ടും നന്നാക്കുന്നു, വീണ്ടും മൂടുന്നു, വീണ്ടും കുഴിയാകുന്നു, പൈപ്പ് പൊട്ടുന്നു. അപ്പം ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ശാശ്വത പരിഹാരം കാണണം. അപ്പോൾ അതുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റിയിലെ എൻജിനീയർമാർ ഇത് കണ്ടിട്ട് എന്താണെന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തണം. കാരണം നമുക്ക് ഇതേപോലെ ഇന്ന് ഒരാഴ്ച കൂടി വെള്ളം വന്നു. ആ വെള്ളം നിലവിൽ നേരെ ചൊവ്വിന് ആളുകൾക്ക് പോലും കിട്ടാൻ പറ്റാതെ അതിനു മുമ്പ് ഇവിടെ പൈപ്പ് പൊട്ടി. അപ്പോൾ ഇത്രയും പ്രഷർ താങ്ങില്ലാത്ത പൈപ്പാണ് എങ്കിൽ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് ആലോചിച്ച് എൻജിനീയർമാർ തീരുമാനിക്കുക. കാരണം ഇനി ഈ പൈപ്പ് ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഇട്ടാൽ ഒരു കാരണവശാലും ഇത് ഈ റോഡ് നന്നാകത്തില്ല. കാരണം ഇത്രയോ മനോഹരമായ രീതിയിൽ ടൈലിട്ടിരുന്ന ആയിരുന്നു എന്നറിയോ, അത് മൊത്തം കുളമായി. ഈ പൈപ്പ് നന്നാക്കലിൻ്റെ പേരിലാണ് ഈ വഴി മുഴുവൻ കുത്തിപ്പൊളിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് PWD ഒരു വർക്ക് എടുക്കുമ്പോൾ ഈ പൈപ്പ് റോഡിന് പുറത്താക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക.